നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പ്രതികളുടെ വീടിന് സമീപത്തു നിന്ന് കണ്ടെത്തി സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയക്കും. തൃശൂർ നഗരത്തിലെ അപകടക്കുഴികളെ സംബന്ധിച്ച് പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവടക്കം 10 കൌൺസിലർമാർക്ക് സസ്പെൻഷൻ. ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ പരാതി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവം ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊന്നുകുഴിച്ചുമൂടിയ സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും ഭവിന്റെ ആമ്പല്ലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നുമാണ് കുഴിച്ചിട്ട ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് സംഘവും ചേർന്നായിരുന്നു പരിശോധന. ഇരിങ്ങാലക്കുട RDO P. ഷിബു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മുളങ്ങന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ AK ഉന്മേഷ്, ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടിലാണ് ആദ്യ പരിശോധന നടത്തിയത്. ഇവിടെ പറമ്പിൽ കുഴിച്ചിട്ട കുട്ടിയുടെ അസ്ഥികൾ കണ്ടെത്തി. രണ്ടാം പ്രതിയായി ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി. നടപടിക്രമങ്ങളുടെ ഭാഗമായി ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടികളുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും DNA പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും DYSP ബിജുകുമാർ പറഞ്ഞു. ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള നടന്നുള്ളത്. ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ആവശ്യമുള്ള പരിശോധനയ്ക്കുള്ള ഇതിൻ്റെ ബാക്കി ഇത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റു നടപടി ചെയ്യും. സംഭവത്തിൽ പ്രതികളല്ലാതെ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതും ആരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു. 2024 രണ്ടാമത്തെ പ്രസവം നടന്നത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. രണ്ടിടത്തും പ്രതികളെ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. TCV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവതിയുടെ മൊഴിയിലെ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിനെ കുഴിച്ചിടുന്നത് അയൽവാസി കണ്ടതിനാൽ സ്ഥലം മാറ്റി കുഴിച്ചിട്ടെന്നാണ് മൊഴി. കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്ത് മറവ് ചെയ്യാൻ കുഴിയെടുത്തിരുന്നു. എന്നാൽ അയൽവാസി ഇത് കണ്ടതോടെ സ്ഥലം ഉപേക്ഷിച്ചുവെന്നും പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടെന്നുമാണ് മൊഴി. 2021 ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത്. പ്രസവിക്കുന്നതിന് മുൻപേ തന്നെ പൊക്കിൽ കൂടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചെന്നായിരുന്നു യുവതി മൊഴി നൽകി. പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്ന് അനീഷ മൊഴി മാറ്റി. യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണ് പ്രസവിച്ചതെന്നും ഗർഭം മറച്ചുവെക്കാൻ വയറ്റിൽ തുണി കെട്ടിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. 2 പ്രസവകാലവും മറച്ചുപിടിക്കാൻ യുവതി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ആദ്യ കുഞ്ഞിന്റെ അവശിഷ്ടത്തിൽ നിന്നും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കുഞ്ഞ് മരിച്ച് 4 വർഷം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് പോലീസിന് മുന്നിലുള്ളത്. നവജാത ശിശുക്കളുടെ കൊലപാതകം നടുക്കം വിട്ടുമാറാതെ നൂലുവള്ളി ഗ്രാമം. അവിവാഹിതയായ 23-കാരി ആരുമറിയാതെ വീടിനുള്ളിൽ 2 തവണ പ്രസവിച്ചുവെന്നും നൊന്തുപെറ്റ കുരുന്നിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ അമ്പരന്നു നിൽക്കുകയാണ് നാട്ടുകാർ. തങ്ങൾ നിത്യവും കാണുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തുവെന്ന് വിശ്വസിക്കുവാൻ ഇനിയും നൂലുവള്ളി ഗ്രാമവാസികൾക്കായിട്ടില്ല. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി മന്ദാരംകടവ് റോഡരികിലുള്ള സാധാരണ കുടുംബത്തിലെ അംഗമാണ് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അനീഷ. പിതാവ് മരണപ്പെട്ട ശേഷം അമ്മയ്ക്കും സഹോദരനുമൊപ്പം താമസിച്ചിരുന്ന അനീഷ ലാബ് ടെക്നീഷ്യൻ ജോലിക്ക് പോകുന്നതും വരുന്നതും അയൽവാസികളും നാട്ടുകാരും കാണാറുണ്ടെങ്കിലും
ആരുമായും ഇവരുടെ കുടുംബത്തിന് വലിയ അടുപ്പമില്ലാതിരുന്നതിനാൽ ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ പോലീസ് ഇവരുടെ വീട്ടിലെത്തുകയും തുടർന്ന് മാധ്യമങ്ങളിൽ നവജാത ശിശുക്കളുടെ കൊലപാതകം സംബന്ധിച്ച് വാർത്തകൾ വരികയും ചെയ്തപ്പോഴാണ് അയൽവാസികൾ പോലും കാര്യങ്ങൾ അറിഞ്ഞത്. TCV ന്യൂസ്, കൊടകര. തൃശൂർ നഗരത്തിലെ അപകട കുഴികളെ സംബന്ധിച്ച് പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവടക്കം 10 കൌൺസിലർമാർക്ക് സസ്പെൻഷൻ. കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ ചോര വീഴുന്ന മരണക്കെണികളാകുന്നുവെന്നാരോപിച്ച് ശരീരത്ത് ചുവന്ന ചായമൊഴിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധം പിന്നീട് കൗൺസിൽ യോഗത്തിലേക്ക് ചുവട് മാറ്റി. മേയർ MK വർഗീസ് എത്തിയതോടെ പ്രതിഷേധ സ്വരം ഉയർന്നു. വിഷയത്തിൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷമാകാമെന്ന് മേയർ നിലപാടെടുത്തു. ഇതിലെ പ്രതിപക്ഷ പ്രതിഷേധം തള്ളി യോഗം അജണ്ടയിലേക്ക് കടന്നു. പ്രതിപക്ഷ നേതാവ് രാജൻ ജപ്പല്ലൻ മേയറായിരുന്ന കാലത്ത് ശക്തൻ നഗറിൽ സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് സ്ഥാപിച്ച റൗണ്ട് അബൌട്ടിന്റെ വൈദ്യുതി ചാർജ് കുടിശ്ശിക സംബന്ധിച്ചായിരുന്നു ആദ്യ അജണ്ട. ഇതിൽ അഴിമതി ആരോപിച്ച് ഭരണപക്ഷാംഗം രംഗത്തെത്തി. മറുപടിയായി പ്രതിപക്ഷ നേതാവ് എത്തിയെങ്കിലും ചർച്ച MG റോഡിലെ യുവാവിന്റെ മരണത്തിലേക്ക് കടന്നു. ഇതോടെ ഭരണപക്ഷം പ്രതിഷേധമുയർത്തി. അജണ്ടയിൽ നിന്ന് സംസാരിക്കാൻ മേയർ ആവർത്തിച്ചെങ്കിലും പ്രതിപക്ഷം കൂട്ടാക്കിയില്ല. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മേയറുടെ കസേരയിൽ റീത്ത് വെക്കുമെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. തുടർന്ന് ഇരുകൂട്ടരും നടുത്തളത്തിലിറങ്ങി വാക്കേറ്റമായി. ഇതിനിടയിൽ കോൺഗ്രസ് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് പൂവത്തിങ്കൽ മേശയിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. അച്ചടക്കലംഘനം ചൂണ്ടിക്കാട്ടി മേയർ അംഗത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ റീത്തുമായി മേശയിൽ കയറി നിന്നായി പ്രതിഷേധം. ഈ 10 കോൺഗ്രസ് കൗൺസിലർമാരെയും മേയർ സസ്പെൻഡ് ചെയ്തു. ഈ സമയം BJP കൗൺസിലർമാർ പ്ലക്കാർഡുകളുമായി കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അപകടമരണം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് LDF കൗൺസിലർമാരുടെ ആരോപണം. തുടർന്ന് കക്ഷി നേതാക്കളുമായി കൂടിയാലോചിച്ച് വിഷയം പിന്നീട് പ്രത്യേക ചർച്ച ചെയ്യാമെന്ന് മേയർ അറിയിച്ചതോടെയാണ് മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിച്ചത്. TCV തൃശൂർ. റീൽസിലൂടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പ്രതിഷേധ റീൽ അയച്ച വേറിട്ട പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയലാണ് ഈ വ്യത്യസ്ത സമരരീതിക്ക് പിന്നിൽ. നഗരപരിധിയിലെ കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധവുമായി ജോൺ ഡാനിയൽ രംഗത്തെത്തിയത്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഗുരുതരമായി പരിക്കേറ്റിട്ടും റോഡിലെ കുഴികൾ സമയബന്ധിതമായി അടയ്ക്കാൻ തയ്യാറാവാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് പ്രതിഷേധ റീൽ അയച്ചത്. തോമസ് എന്ന് പറയുന്ന മീന എന്ന് പറയുന്ന 2 പേർ വീണ കുഴിയാണ് ഈ കാണുന്നത്. ഈ കുഴിയിൽ വീണാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ കുഴിയിൽ വീഴുന്ന ആളുകൾക്ക് ഇത് ദേശീയപാതയുടെ കുഴിയാണോ സംസ്ഥാന പാതയുടെ കുഴിയാണോ തൃശൂർ കോർപ്പറേഷന്റെ കുഴിയാണോ എന്ന് അറിഞ്ഞിട്ടല്ല ഈ ആളുകൾ കുഴിയിൽ വീഴുന്നത്. ഈ മരണത്തിന് ശേഷവും ഈ കുഴി അടയ്ക്കാതിരുന്നതുകൊണ്ടാണ് അതിഗുരുതരമായി ഈ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് റീൽസ് എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കുഴികൾ കൂടി റെക്കോർഡ് ചെയ്ത് ഈ കുഴികളുടെ വീഡിയോ കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീലും ലൈവുമായി ജനങ്ങളെ കാണിക്കണം. ഇതൊരു ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ടോ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന റീലല്ല. ഇത് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ റീൽ എടുക്കുന്നത്. ഈ കുഴിയുടെ സമീപത്തു നിന്ന് ഈ റീൽ എടുക്കുന്നത് ഇത് പ്രതിഷേധ റീലാണ്. ഈ പ്രതിഷേധ റീൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യാത്രക്കാരായ ദമ്പതിമാർ വീണ് പരിക്കേറ്റ തൃശൂർ കോലോത്തുംപാടം റോഡിലെ കുഴിക്കരികിൽ നിന്നാണ് പ്രതിഷേധ റീൽ ചിത്രീകരിച്ചത്. കേരളത്തിലെ റോഡുകളെക്കുറിച്ച് സന്തോഷ റീലിടുന്ന മന്ത്രിക്ക്
റോഡുകളുടെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് റോഡിലെ കുഴി ചിത്രീകരിച്ച് പ്രതിഷേധ റീൽ അയക്കുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. 2 ദിവസം മുൻപാണ് നഗരത്തിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുചക്ര വാഹനം വെട്ടിച്ച് വിഷ്ണുദത്ത് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. ഇത് കണ്ടെങ്കിലും അധികാരികൾ റോഡിലെ കുഴികൾ കൃത്യമായി അടച്ചിരുന്നുവെങ്കിൽ ഇന്നലെ 2 പേർക്ക് കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേൽക്കില്ലായിരുന്നു. ദേശീയ കുഴിയാണോ സംസ്ഥാന കുഴിയാണോ കോർപ്പറേഷൻ കുഴിയാണോ എന്നറിഞ്ഞിട്ടല്ല ആളുകൾ വീഴുന്നത്. താൽക്കാലികമായി അടയ്ക്കുന്ന കുഴികളിലെ മെറ്റൽ ഇളകിയും ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിലെ റോഡുകളിലെ അപകട കുഴികളിൽ അധികൃതരുടെ കണ്ണിൽ പൊടിയിടൽ നടപടി. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്ക് യാത്രികരായ ദമ്പതികളുടെ അപകടത്തിന് ഇടയാക്കിയ കോവിലകത്തും പാടത്തെ റോഡിലെ കുഴിയും സ്വരാജ് റൌണ്ടിലെ ഏതാനും ചെറുകുഴികളുമാണ് അധികൃതർ താൽക്കാലികമായി ടാറിട്ടടച്ചത്. കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി തുടരുമ്പോഴാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയത്. അതേസമയം ഇപ്പോൾ അടച്ച കുഴികൾക്ക് സമീപത്തെ കുഴികളും പ്രധാന റോഡുകളിലെ വലിയ കുഴികളും അതേപടി നിലനിൽക്കുകയാണ്. ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു. ജൂൺ 27 മുതൽ ജൂലൈ 6 വരെ നഗരസഭ നേരിട്ട് സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ടൗൺഹാളിൽ നിന്നും മാറ്റി ഇത്തവണ നഗരസഭാ മൈതാനത്താണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കനത്ത മഴയത്ത് മൈതാനത്ത് പന്തൽ സൗകര്യമൊരുക്കുന്നതിനായി വാഹനങ്ങളും മറ്റും ഇറക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം കായിക വിനോദങ്ങൾ നടത്തുന്നവർ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മൈതാനത്ത് നഗരസഭ ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെയും പ്രതിഷേധമുയർന്നത്. ഞാറ്റുവേലയ്ക്കെത്തുന്നവർക്കും സ്റ്റാൾ ജീവനക്കാർക്കുമായി പോർട്ടബിൾ ശുചിമുറികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നതിനായാണ് മൈതാനത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തായി സംവിധാനമൊരുക്കിയത്. ഇത് ടെന്റ് ഉപയോഗിച്ച് മറച്ചിട്ടുമുണ്ട്. കായിക വിനോദങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൈതാനം നഗരസഭ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് വ്യാപകമായ ആക്ഷേപം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ പറഞ്ഞു. പോലീസ്, ദേവസ്വം ബോർഡ് അധികൃതർ, ക്ഷേത്രം ഉപദേശക സമിതി, ജീവനക്കാർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയുള്ള പരിശോധന അടുത്ത ദിവസം നടക്കും. സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ ക്ഷേത്രത്തിലെത്തുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി, ക്ഷേത്രത്തിലെ ജീവനക്കാർ എന്നിവരോട് സംസാരിച്ചു. ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി ബിന്ദു, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല എന്നിവരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊപ്പം ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ബോർഡിനോട് സംയുക്ത പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുത്തത്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ് റവാഡ ചന്ദ്രശേഖർ. നേരത്തെ തൃശൂർ റേഞ്ച് DIG ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. VSന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയതാണ് മെഡിക്കൽ ബോർഡ്. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചു. ഈ മാസം 23 രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ നാളെ വിശ്രമ ജീവിതം നയിച്ചുവരികയായിരുന്നു അദ്ദേഹം. കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ തെരുവ് നായ ആക്രമിച്ചു. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹന ഷെറിൻ, ചുള്ളിയിൽ സുലൈമാൻ ഭാര്യ ഫൗസിയ, കല്ലിങ്ങലകത്ത് റുക്കിയ എന്നിവർക്കാണ് കടിയേറ്റത്. രാവിലെ ആദൂർ ജുമാത്ത് പള്ളിക്ക് സമീപവും കാഞ്ഞിരമുറ്റം പള്ളിക്കും സമീപത്തും വെച്ചാണ് ആക്രമണമുണ്ടായത്. സ്കൂൾ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് ഹന ഷെറിനെ തെരുവ് നായ ആക്രമിച്ചത്. അസുഖബാധിതയായ റുക്കിയെ വീടിന്റെ അകത്തേക്ക് കയറിയാണ് നായ കടിച്ചത്. മൂവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയ്ക്ക് വിഷബാധയുടെ ലക്ഷണമുണ്ട്. നായയെ നാട്ടുകാരുടെ സഹായത്തോടെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകനായി ബൈജു കടങ്ങോട് പിടികൂടി. അതേസമയം കഴിഞ്ഞ ദിവസം വേലൂരിൽ കുറുനരികൾ 2 പേരെ കടിച്ചിരുന്നു. കുറുവന്നൂർ വാട്ടർ ടാങ്കിന് സമീപം പെരുമ്പിള്ളി വീട്ടിൽ രാജൻ, തണ്ടിലം
പൊടിയട വീട്ടിൽ വിജയൻ എന്നിവരെയാണ് കുറുനരി കടിച്ചത്. ഇവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. ബിബി കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം ബിബി കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കുന്നംകുളം കുറുക്കൻപാറയിൽ പുതിയ താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ച കോൺക്രീറ്റ് മിക്സിംഗ് ലോറി കത്തിനശിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അമ്മു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോൺക്രീറ്റ് മിക്സിംഗ് ലോറി. കഴിഞ്ഞ ശനിയാഴ്ച നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ് നിർത്തിയിട്ടതായിരുന്നു. രാത്രി ലോറി നിർത്തിയിട്ട ഭാഗത്തു നിന്ന് തീ ഉയരുന്നത് കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. നാട്ടുകാരും താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ജോലി നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. ലോറിക്ക് തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 നടത്താനുള്ള നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച മുഴുവൻ അധ്യാപകരും ജൂലൈ 3, 4, 5 തീയതികളിൽ ക്യാമ്പ് നടക്കുന്ന വിദ്യാലയങ്ങളിൽ എത്തിച്ചേരണം എന്നാണ് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ്. ജൂലൈ 3 മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ ദിനമാണ്. അന്നേ ദിവസം ക്രൈസ്തവ മാനേജ്മെന്റുകൾ പ്രാദേശിക അവധി നൽകുകയും പകരം മറ്റൊരു ദിനം പ്രവൃത്തി ദിനമാക്കുകയുമാണ് പതിവ്. ഇപ്രകാരം പ്രാദേശിക അവധി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ജൂലൈ 3 നടത്താനിരിക്കുന്ന ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർക്കഥയാകുന്നു. ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. പാറളം പഞ്ചായത്തിനെയും ചാഴൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആലപ്പാട് പള്ളിപ്പുറം റോഡിലാണ് 250 മീറ്ററോളം നീളത്തിൽ വെള്ളം കയറുന്നത് പതിവാകുന്നത്. റോഡിലെ ഈ ഭാഗത്ത് ഉയരക്കുറവാണ് നല്ല മഴക്കാലത്ത് ഇവിടെ മാത്രം വെള്ളം കയറാൻ ഇടയാക്കുന്നത്. തൃപ്രയാർ മുതൽ പാലക്കൽ വരെ BMBC ചെയ്ത റോഡാണിത്. റോഡിന്റെ താഴ്ന്ന ഭാഗം 1/2 മീറ്റർ ഉയർത്തിയാൽ ഒരു മഴക്കാലത്തും ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകില്ല. തൃപ്പയാറിന്ന് തൃശ്ശൂർക്ക് എളുപ്പമാർഗത്തിലുള്ള ഏറ്റവും നല്ല റോഡാണിത്. അതിൽ ആലപ്പാടുന്ന് പള്ളിപ്പുറം എത്തുന്ന റോഡിനിടയിൽ 250 മീറ്റർ നീളത്തോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി ഗതാഗതം തടസ്സം ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ 2 ആഴ്ചയോളമായി ഇത് ഔദ്യോഗികമായി ഗതാഗതം തടസ്സം ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ ഇത്രയും 250 മീറ്റർ നീളം ലെവൽ നോക്കി ഉയർത്തി BMBC റോഡ് ചെയ്യേണ്ടതാണ്. അതിന് MLA ഫണ്ടോ MP ഫണ്ടോ ഏതെങ്കിലും ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഈ റോഡിലെ വെള്ളത്തിലൂടെ കടന്നുപോകുന്ന ചെറുവാഹനങ്ങളിൽ പലതും എഞ്ചിനിൽ വെള്ളം കയറി നിൽക്കുകയും ബ്രേക്കിന് തകരാർ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇരുവശവും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തേക്ക് വാഹനങ്ങൾ തെന്നിമറിയാനുള്ള സാധ്യതയും ഏറെയാണ്. അപകട സാധ്യതയുണ്ടായിട്ടും ചാഴൂർ, താന്യം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് തൃശ്ശൂർക്കുള്ള യാത്രയിൽ 10 കിലോമീറ്റർ ദൂരവും സമയവും പണവും ലാഭിക്കാനാണ്. കേവലം 250 മീറ്റർ ദൂരം റോഡ് ഉയർത്തി പുനർനിർമ്മിച്ചാൽ ഈ പ്രശ്നം എക്കാലത്തേക്കുമായി പരിഹരിക്കാമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ വർഷങ്ങളായി അലംഭാവം തുടരുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. TCV തൃശ്ശൂർ. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് സ്വദേശിനിയായ വീട്ടമ്മയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ പരാതിക്കാരിയുമായി ഫോൺ വഴിയുള്ള പരിചയം മാത്രമാണ് ജസീലിനുള്ളതെന്നും കഴിഞ്ഞ 2 വർഷമായി പരാതിക്കാരി ജസീലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നിരുന്നതായും ജസീലുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. വിഷയത്തിൽ പരാതിക്കാരിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ഇവർ വ്യക്തമാക്കി.
KCB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസ് തൃശൂർ ബിനി ഹെറിറ്റേജിൽ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ലോഗോ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിക്ക് നൽകി AC മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AV ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ NT ബേബി, ജനറൽ ജോയിന്റ് കൺവീനർ AJ പോൾ, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 18, 19, 20 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് സമ്മേളനം. ഞാൻ ഹൃദയപൂർവ്വം ഈ ദിവസങ്ങളിലേക്ക് നടത്തിപ്പുകാരൻ ഒരാളായിരുന്നു ഞാൻ. അത് പറയാൻ ജില്ലയിൽ മഴയ്ക്ക് ശമനം. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 4.4 മില്ലിമീറ്റർ മഴ ലഭിച്ചു. താലൂക്ക് പരിധിയിൽ 6 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടം സംഭവിച്ചതായും നിലവിൽ 25 ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ്. പീച്ചി ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകളും 1 ഇഞ്ച് കൂടി ഉയർത്തി. ഇതോടെ 4 ഷട്ടറുകളും ആകെ 10 സെന്റിമീറ്ററാണ് ഉയർത്തിയതെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവല്ലാമല കണിയാർക്കോട് ജനങ്ങൾക്ക് ദുരിതമായി ഒരു റോഡ്. 11ാം വാർഡിലെ ഒരലാശ്ശേരി പാടശേഖരത്തിലേക്കുള്ള റോഡാണ് കഴിഞ്ഞ 15 വർഷമായി തകർന്നു കിടക്കുന്നത്. പലതവണ MLA ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടും ഈ പ്രദേശത്ത് ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരുന്നില്ല. ഒരല്ലാശ്ശേരി പാടശേഖരത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരു വാഹനവും വരാത്തതിനാൽ കൃഷി പോലും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. 100-ൽ പരം ഏക്കർ സ്ഥലത്തെ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നും കർഷകർ പറയുന്നു. ഈ വഴി ഞങ്ങൾ 10 കൊല്ലം മുമ്പ് മെറ്റൽ ചെയ്തതാ. ഇതുവരെ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഒരു പൈസ ഇങ്ങോട്ട് മുടക്കത്തില്ല. ഇപ്പം വണ്ടി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുകയില്ലാത്ത പാടശേഖരമൊക്കെ പണിയാതെ കിടക്കുകയാണ്. വർഷത്തിൽ നെല്ലുണ്ടായി കഴിഞ്ഞാൽ അത് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല, വണ്ടി ഇറക്കാൻ പറ്റില്ല. മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾ പ്രദേശവാസികളെ വോട്ട് ബാങ്കായി മാത്രമേ കാണുന്നുള്ളൂവെന്നും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോയാൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി. TCV ന്യൂസ്, ചേലക്കര. പീപ്പിൾസ് ആം റെസ്ലിംഗ് ഫെഡറേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ തുടരുന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 2500ഓളം കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ഡിസേബിൾഡ് വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 30 വർഷമായി പുരുഷ വിഭാഗത്തിലും 12 വർഷമായി വനിതാ വിഭാഗത്തിലും കേരളമാണ് ചാമ്പ്യന്മാർ. ചാമ്പ്യൻഷിപ്പ് ബുധനാഴ്ച സമാപിക്കും. അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെക്ക് നൽകി കബളിപ്പിക്കുകയും ചെയ്ത കേസിൽ വെള്ളറക്കാട് മനപ്പടി പള്ളിയത്ത് വീട്ടിൽ ഹരനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. സമാനമായ കേസിൽ 2 മാസം മുൻപ് ഹരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളറക്കാട് വിവേകസാഗരം സ്കൂളിൽ അധ്യാപക നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിയത്. വിവേകസാഗരം സ്കൂളിന്റെ മാനേജറുടെ മകനാണ് ഹരൻ. ഇയാളുടെ സഹോദരൻ മരണപ്പെട്ട ഹൈമാനായിരുന്നു സ്കൂൾ നടത്തിപ്പിന്റെ ചുമതല. എന്നാൽ സ്കൂളിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഹരനാണ്. താൻ മാനേജറാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. 6ലധികം പരാതികൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 25 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ ഓരോ വ്യക്തികളിൽ നിന്നും വാങ്ങിയതായാണ് പരാതി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,719 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പ്രതികളുടെ വീടിന് സമീപത്തു നിന്ന് കണ്ടെത്തി. സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയക്കും. തൃശൂർ നഗരത്തിൽ അപകട കുഴികളെ സംബന്ധിച്ച് പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവടക്കം 10 കൌൺസിലർമാർക്ക് സസ്പെൻഷൻ.
ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ പരാതി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവം ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.